ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വൺ ടു വൺ ഫങ്ഷൻസിനെ കുറിച്ചാണ്. എ ഫങ്ഷൻ ഈസ് വൺ ടു വൺ ഇഫ് ഈച്ച് എലമെൻറ്റ് ഇൻ ദി കോഡൊമൈൻ ഹാസ് എ യുണീക്ക് പ്രീഇമേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫങ്ഷനകത്തെ ഓരോ എലമെൻറ്റ് നോക്കുക. എയുടെ ഇമേജ് 1 ആണ്, 1ൻ്റെ പ്രീ ഇമേജ് എ ആണ്. ഒരു യുണീക്ക് പ്രീ ഇമേജ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ. അപ്പോൾ ഇവിടെയാണ് കോഡൊമൈൻ, ഈ സെറ്റിനെയാണ് കോഡൊമൈൻ എന്ന് വിളിക്കുക. കോഡൊമൈനിലെ ഓരോ എലമെൻറ്റിനും യുണീക്കായിട്ടുള്ള പ്രീ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. 1ന് ഒരേ ഒരു പ്രീ ഇമേജേ ഉള്ളൂ, 2ന് ഒരേ ഒരു പ്രീ ഇമേജേ ഉള്ളൂ, 3ക്ക് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ യുണീക്ക് വരാൻ പാടുള്ളൂ, ഒരെണ്ണമേ വരാൻ പാടുള്ളൂ. 4ന് പ്രീ ഇമേജ് ഉണ്ട്, 5ന് പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻ ഒരു 1 to 1 ഫങ്ഷനാണ്. ഇപ്പോൾ മറ്റൊരു ഫങ്ഷൻ നോക്കാം. ഇതിൻ്റെ കോഡൊമൈൻ അഗെയിൻ ദ സെയിം കോഡൊമൈൻ 1 2 3 4 ആണ്. 1ൻ്റെ പ്രീ ഇമേജ് എ ആണ്, 2ന് 2 പ്രീ ഇമേജസ് ഉണ്ട്. അപ്പോൾ യുണീക്ക് പ്രീ ഇമേജ് എന്നുള്ള കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫങ്ഷൻ ഒരു 1 to 1 ഫങ്ഷൻ അല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ റിയൽ നമ്പേഴ്സ് വേർ എക്സ് ഈസ് എ റിയൽ നമ്പർ. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്, എഫ് ഓഫ് -1 എന്ന് പറയുന്നതും 1 ആണ്. അതായത് കോഡൊമൈനിലുള്ള 1 എന്നുള്ള എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഡൊമൈനിനുള്ളിൽ 1ഉം -1ഉം 2 എലമെൻറ്റ്സ് ഉണ്ട്. ഇവിടെ യുണീക്കായിട്ടുള്ള പ്രീ ഇമേജസ് അല്ല വരുന്നത്. അതുകൊണ്ട് ഈ ഫങ്ഷൻ ഒരു 1 1 ഫങ്ഷൻ ആയിരിക്കില്ല, നോട്ട് എ 1 1 ഫങ്ഷൻ. നമുക്ക് ഓൺ ടു ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. എ ഫങ്ഷൻ ഈസ് ഓൺ ടു ഇഫ് ഈച്ച് എലമെൻറ്റ് ഇൻ ദി കോഡൊമൈൻ ഈസ് ആൻ ഇമേജ് ഓഫ് സം പ്രീ ഇമേജ്. അപ്പോൾ ഇവിടെയും നമ്മൾ കോഡൊമൈനിനെ കുറിച്ച് തന്നെയാണ് പറയുക. നമ്മളെപ്പോഴും കോഡൊമൈനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോഡൊമൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓൺ ടു ഫങ്ഷൻ്റെ കോഡൊമൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈച്ച് എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ, കോഡൊമൈനിലുള്ള ഓരോ എലമെൻറ്റിനും എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇമേജ് ഓഫ് സം പ്രീ ഇമേജ്. അത് ഏതെങ്കിലും ഡൊമൈനിലുള്ള ഏതെങ്കിലും എലമെൻറ്റിൻ്റെ ഇമേജായിട്ട് വരണം, ഏതെങ്കിലും ഒരു പ്രീ ഇമേജിൻ്റെ ഇമേജായിട്ട് വരണം. അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ നോക്കാം. ഇവിടെ ഡൊമൈനിലെ എലമെൻറ്റ്സ് എ ഇ ഐ ഒ യു, കോഡൊമൈനിലെ എലമെൻറ്റ്സ് 1 2 3 4. ഈ സെറ്റിൽ നോക്കുക. 1ൻ്റെ പ്രീ ഇമേജ് എ ആണ്, 2ന് 2 പ്രീ ഇമേജസ് ഉണ്ട്, ഐയും യുവും, എങ്കിലും പ്രീ ഇമേജസ് ഉണ്ട്. 3ക്ക് പ്രീ ഇമേജ് ഉണ്ട് യു, 4ന് പ്രീ ഇമേജ് ഉണ്ട് ഇ. എല്ലാ കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജസ് ഉള്ളതുകൊണ്ട് ഈ ഫങ്ഷൻ ഒരു ഓൺ ടു ഫങ്ഷനാണ്. നമ്മൾ മുമ്പേ കണ്ടിരുന്നു, ഇവിടെ 2ന് 2 പ്രീ ഇമേജസ് വരുന്നതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ 1 1 ഫങ്ഷൻ. മറ്റൊരു ഉദാഹരണം നോക്കാം. ഇവിടെ കോഡൊമൈൻ എന്ന് പറയുന്നത് 1 2 3 4 5 എന്നുള്ള സെറ്റാണ്. 1ൻ്റെ പ്രീ ഇമേജ് എ, 2ന് 2 പ്രീ ഇമേജസ് ഉണ്ട്, ഇയും ഒയും. 3ക്ക് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഇവിടെ ചില എലമെൻറ്റ്സ് പ്രീ ഇമേജസ് ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് ഈ ഫങ്ഷൻ ഒരു ഓൺ ടു ഫങ്ഷൻ അല്ല. ഇവിടെ 2ന് 2 പ്രീ ഇമേജസ്, യുണീക്ക് പ്രീ ഇമേജ് എന്നുള്ള കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫങ്ഷൻ നോട്ട് എ 1 1 ഫങ്ഷൻ. ഈ ഫങ്ഷൻ 1 1 അല്ല, ഓൺ ടു അല്ല. ഇനി എ ഫങ്ഷൻ വിച്ച് ഇസ് ഓൺ ടു ഈസ് ഓൾസോ കോൾഡ് സർജക്റ്റീവ് ഫങ്ഷൻ. ഓൺ ടു ആയിട്ടുള്ള ഫങ്ഷന് വിളിക്കുന്ന പേരാണ് സർജക്റ്റീവ്. അത് മറ്റൊരു നെയിമാണ്. 1 1 ആയിട്ടുള്ള ഫങ്ഷന് മറ്റൊരു പേര് ഇൻജക്റ്റീവ് ഫങ്ഷൻ. ഓൺ ടു ഫങ്ഷനകത്ത് മൾട്ടിപ്ലി യൂസ്ഡ് എലമെൻറ്റ്സ് കോഡൊമൈനിൽ ഉണ്ടാകാം. അതായത് ഒരു എലമെൻറ്റിന് പല പ്രീ ഇമേജസ് ഉണ്ടാവാനുള്ള അനുവാദം ഓൺ ടു ഫങ്ഷൻസിനകത്തുണ്ട്. ഇനി ഓൺ ടു 1 1 ഇത് തമ്മിലുള്ള വ്യത്യാസം, ഓൺ ടു ഫങ്ഷൻസും 1 1 ഫങ്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം യൂസിങ് ദി എക്സാമ്പിൾസ്. അപ്പോൾ ഇവിടെ ചില സെറ്റുകൾ തന്നിട്ടുണ്ട്. ഈ സെറ്റുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഓൺ ടു ആണോ 1 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1 1 ആണോ എന്ന് നോക്കാം.
ആദ്യത്തെ സെറ്റ് എടുക്കാം. ഇവിടുത്തെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ഇമേജേ ഉള്ളൂ. 2ന് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ അതിൻ്റെ പ്രീ ഇമേജിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. 1 ആണ് ഞാൻ നോക്കുന്നത്. 3 എന്നുള്ള എലമെൻറ്റിന് ഒരേ ഒരു യുണീക്ക് പ്രീ ഇമേജേ ഉള്ളൂ. 4ന് യുണീക്ക് പ്രീ ഇമേജേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺ 2. കാരണം കോഡൊമൈനിലുള്ള 2 എന്നുള്ള എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല. എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജ് ഉണ്ടെങ്കിലാണ് ഓൺ 2 എന്ന് വിളിക്കുക. അപ്പോൾ 2ന് പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ 2. നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. ഇവിടെ കോഡൊമൈൻ സെറ്റ് 1 2 3 4 ആണ്. 1 എടുക്കുക. 1ന് ഒരു പ്രീ ഇമേജേ ഉള്ളൂ. 2ന് ഒരു പ്രീ ഇമേജേ ഉള്ളൂ. 3ക്ക് ഒരു പ്രീ ഇമേജേ ഉള്ളൂ. 4ന് ഒരു പ്രീ ഇമേജേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 to 1 ആണ്. കോഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റ്സിനും 1 2 3 4 4 എലമെൻറ്റ്സിനും പ്രീ ഇമേജസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഓൺ 2 ഫംഗ്ഷനാണ്. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. ഇവിടെ കോഡൊമൈനിലുള്ള എലമെൻറ്റ്സ് 1 2 3 4 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു പ്രീ ഇമേജേ ഉള്ളൂ. അത് ബി ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജേ ഉള്ളൂ. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജേ ഉള്ളൂ. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 1 ഒക്കെയാണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് എ വാലിഡ് ഫംഗ്ഷൻ. എന്തുകൊണ്ടാണ്? ഒരു ഫംഗ്ഷൻ relation from A to B is a function if an element of A should have a unique element in B. ഇവിടെ ഒന്നിൽ കൂടുതൽ ഇമേജസ് വരുന്നത് കൊണ്ട് ഇതിനെ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് 1 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം. ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്നത് ABCD, കോഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3. കോഡൊമൈനിലെ 1ന് പ്രീ ഇമേജ് ഉണ്ട്. 1ന് യുണീക്ക് പ്രീ ഇമേജ് ആണ്. 2ന് 2 ഇമേജസ് ഉണ്ട്. അപ്പോൾ ഇത് 1 1 ഫംഗ്ഷൻ അല്ല. കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സിനും പ്രീ ഇമേജസ് ഉള്ളതുകൊണ്ട് ഇത് ഓൺ 2 ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. ഇവിടെ കോഡൊമൈനിലെ എലമെൻറ്റ്സ് 1 2 3 4 ആണ്. കോഡൊമൈനിലെ 1ന് യുണീക്ക് പ്രീ ഇമേജ് ആണ്. 2ന് 2 പ്രീ ഇമേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 1 to 1 ഫംഗ്ഷൻ അല്ല. 3ക്ക് ഒരേ ഒരു ഇമേജേ ഉള്ളൂ. ഇവിടെ 4ന് ഇമേജ് ഇല്ല. 4ന് ഇമേജ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഒരു ഓൺ 2 ഫംഗ്ഷനും അല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 അല്ല, ഓൺ 2 അല്ല. താങ്ക് യു.